കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലെ ഇര കെ ഹർഷിന വീണ്ടും സമരത്തിലേക്ക്. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തും. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് സമരം നടത്തുമെന്ന് ഹർഷിനയും സമരസഹായ സമിതിയും വ്യക്തമാക്കി. ഹർഷിന നീതി തേടി ഒരിക്കൽ കൂടി പോരാട്ടത്തിനിറങ്ങുകയാണ്. അർഹമായ നഷ്ടപരിഹാരം നൽകുക, കേസ് നടത്തിപ്പിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ഹർഷിന നാളെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തുന്നത്. സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. 5 വർഷങ്ങൾക്ക് ശേഷം സമരപോരാട്ടങ്ങൾക്കൊടുവിൽ കത്രിക ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തെങ്കിലും തുടർ ചികിത്സയും ശസ്ത്രക്രിയയും ഉണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ തളർന്നു പോവുകയാണെന്ന് ഹർഷിന തന്നെ പറയുന്നു. നമ്മളെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പരിഹാരം കിട്ടിയിട്ട് കാര്യമില്ല. തുടർ ചികിത്സയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി കൂടെ ഹർഷിനന്റെ കൂടെ ഉണ്ട്, നീതി ഉറപ്പാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. പക്ഷേ ഒരു തരത്തിലുള്ള നീതിയും നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല, ഒരു തരത്തിലുള്ള പരിഹാരവും എത്തിയിട്ടില്ല. സർക്കാർ സംവിധാനത്തിൽ നിന്നുള്ള പിഴവായിട്ടുകൂടി ഹർഷിനയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല. 2024 ജൂലൈയിൽ കേസ് സ്റ്റേ ചെയ്തിട്ടും ഹൈക്കോടതിയിൽ കേസ് വീണ്ടും പരിഗണിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുമില്ല. ഇത് കേസ് അട്ടിമറിക്കാനുള്ള ഒത്താശയാണെന്നാണ് സമരസഹായ സമിതി ആരോപിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഹർഷിന വീണ്ടും നീതി തേടി പോരാട്ടത്തിനിറങ്ങുന്നത്. നീതി ലഭിച്ചില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.